ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇന്ന് ഒരു പൈൽ റീഡിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ചോദ്യം: നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നാണ്. നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് എടുക്കാം. ആദ്യത്തെ ഗ്രൂപ്പുകാർക്കുള്ള കാർഡ് നമുക്ക് എടുക്കാം. എന്താണ് ആദ്യത്തെ ഗ്രൂപ്പുകാരുടെ യഥാർത്ഥ പ്രശ്നം? എന്താണ് രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കുള്ള യഥാർത്ഥ പ്രശ്നം? ഇത് കാർഡ് നമ്പർ 1, ഇത് കാർഡ് നമ്പർ 2. ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പുകാരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നോക്കാം. 5 ഓഫ് കപ്സ്. ആദ്യത്തെ ഗ്രൂപ്പുകാരുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ നിന്നുള്ള, പല സ്ഥലങ്ങളിൽ നിന്നുള്ള, പല അനുഭവങ്ങളിൽ നിന്നുള്ള വിഷമങ്ങൾ, പല ആൾക്കാരിൽ നിന്നുള്ള അവഗണന, പല രീതിക്കുള്ള തോൽവികൾ, അതുപോലെ ചില കുറ്റബോധങ്ങൾ, ഇവയൊക്കെ പേറിയാണ് ഇവർ നടക്കുന്നത്. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിലൊക്കെ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു പൂർണ്ണത ലഭിക്കാത്തതുപോലെ ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. അതായത് ചില കാര്യങ്ങൾ അത് ലെറ്റ് ഗോ ചെയ്യേണ്ടത് തന്നെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അത് ഉപേക്ഷിക്കേണ്ടവ തന്നെയാണ്, അല്ലെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് വിട്ടു പോകേണ്ടവ തന്നെയായിരുന്നു. ഒരിക്കലും ഒന്നിനെയും പിടിച്ച് നിർത്താതെ ഇരിക്കുക. ഓരോ കാര്യങ്ങൾ പോയി പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക. ഇതെല്ലാം ജീവിതത്തിന്റെ ഒരു യാത്രയാണ് എന്ന് മനസ്സിലാക്കുക. വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്കെല്ലാം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും ലഭിക്കാനായിട്ടുണ്ട്. അപ്പോ അവയെ സ്വീകരിക്കാൻ തയ്യാറാവുക. രണ്ടാമത്തെ ഗ്രൂപ്പുകാരുടെ യഥാർത്ഥ പ്രോബ്ലം എന്താണെന്ന് നോക്കാം. ഓക്കെ, കിങ് ഓഫ് സോർഡ്സ്. ചിലർക്ക് ഇവിടെ ഒരു കേസ് സംബന്ധമായിട്ട്, കോർട്ട് കേസ്, കോടതി വ്യവഹാരങ്ങൾ എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സംഭവമായിട്ട് ഒരു പ്രശ്നമാണ്. വിചാരിച്ച ആ ഒരു നീതി ഇതുവരെ ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല, അതായിരിക്കാം. അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ക്ലാരിറ്റി കൃത്യമായി ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. അതുപോലെ പലർക്കും ലോജിക്കായിട്ട് ഇവിടെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഭൂരിഭാഗം ആളുകളും ഇമോഷണൽ ആയിട്ടാണ് ചിന്തിക്കുന്നത്. അതായത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒന്ന് കരഞ്ഞു കാണിച്ചാൽ നിങ്ങളുടെ ലോല ഹൃദയമാണ്. അപ്പോൾ നിങ്ങൾ അതിൽ അലിഞ്ഞുപോയി. പിന്നെ സത്യം ആരുടെ ഭാഗത്താണ്? നിങ്ങളുടെ ഭാഗത്താണ് ന്യായം കൂടുതൽ എന്നുണ്ടെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പലതും ത്യജിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേത്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഈ ഒരു പ്രവണത മാറ്റി എന്നിട്ട് കൂടുതൽ ലോജിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ മറ്റൊരു കേസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു മെയിൽ എനർജി ഉള്ള ഒരു വ്യക്തി, ആളുടെ ഒരു സാന്നിധ്യം ഉണ്ട്, ആളുടെ ഒരു കൺട്രോളിലാണ് നിങ്ങൾ ഉണ്ടായിരിക്കുക. അതും ഈ ഒരു കാർഡ് വരുമ്പോൾ പറയാം. ഇതാണ് നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പുകാരുടെ യഥാർത്ഥ പ്രോബ്ലം. വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയി, ഷോർട്സ് ആണ് ഉദ്ദേശിച്ചത്, സോറി. താങ്ക് യു ഡിയേഴ്സ്.